പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാലിന്യം പേറുന്ന ഒരു ചാനലിൽ മലിന മനസ്സിനുടമയായ അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെ അൻവറിനെയും ജലീലിനെയും ഒക്കെ ഉൾപ്പെടുത്തി നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അഥവാ പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള ഡീൽ, അതിൻ്റെ മധ്യവർത്തിയായ അജിത് കുമാർ ഇവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ട വിഭാഗത്തെ തീവ്രവാദികളായും മതരാഷ്ട്രവാദികളായും ചിത്രീകരിച്ചപ്പോൾ അൻവറിൽ നിന്നും അതിരൂക്ഷമായ മറുപടി ഈ ജയശങ്കറിന് കിട്ടുകയുണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി പറയട്ടെ, അൻവർ ഉപയോഗിച്ച ഭാഷ, ആ ശൈലി, അതിനോട് തീർത്തും വിയോജിപ്പുള്ള ആളാണ് ഞാൻ. ആർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരെ അതിന് കൗണ്ടർ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഭാഷയും പ്രയോഗങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ആദ്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാൻ ഇനി വിഷയത്തിലേക്ക് കടക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ വലിയ രാഷ്ട്രീയ അവബോധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം വലിയ ഓർമ്മശക്തിയുള്ള ആളാണ്. രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നിടത്ത് സ്വന്തമായ ഒരു പാടവം അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ കെ രാജേശ്വരി എന്ന പേരിൽ അദ്ദേഹം കോളം എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി, അദ്ദേഹത്തിൻ്റെ വിശകലന പാഠവും ഇത് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ കെ രാജേശ്വരി എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റോറിയൽ ടീമാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അത് വായിക്കുന്ന കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അത്രമാത്രം വൈഡായ അറിവും വസ്തുതകളും ഒക്കെ ഉൾച്ചേർന്നിട്ടുള്ള ആ ലേഖനം, കെ രാജേശ്വരി എന്ന പേരിലുള്ള ലേഖനം കണ്ടാൽ അത് ഞാൻ വായിക്കാതെ വിടാറില്ലായിരുന്നു. അത് വളരെ താല്പര്യപൂർവ്വം വായിച്ചിരുന്നു. പിന്നീടാണ് അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലായത്. അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ ഒരു വലതുപക്ഷ തീവ്രവാദി എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സംഘപരിവാറിന് ആവശ്യമായ മണ്ണൊരുക്കുന്നതിൽ വളരെ മൈൽഡായി അതിനു വേണ്ട നിലമൊരുക്കുക എന്ന പണി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗം എത്രമാത്രം മലീമസമാക്കാനാണ് ഈ ശ്രമം കാരണമാവുക എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കാൻ സാധ്യതയില്ല. എന്നാലും അതിന് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു എന്നത്. ചില ആളുകൾ അവരുടെ കാപട്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ ഈ കാപട്യം ഒരു കൗടില്യ സൂത്രമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇടപെടുന്ന കുറെ ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹത്തോളം കാപട്യമുള്ള ഒരാൾ കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് വളരെ ഇറിറ്റേഷനാണ് ഉണ്ടാവുന്നത്. പക്ഷെ അതുപോലും അദ്ദേഹത്തിന് തിരിച്ചറിയാനുള്ള ബോധമില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ഒരുപാട് അറിവുണ്ടാകും, ഒരുപാട് ആ അറിവ് പ്രകടിപ്പിക്കുവാനുള്ള കഴിവുണ്ടാകും, അതേപോലെ തന്നെ കുറേ തന്മയത്വങ്ങൾ ഉണ്ടാകും. അതിനിടക്ക് അവർ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഈ തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ ഇതാരും തിരിച്ചറിയുകയില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇവർ. അതിൽ വളരെ പ്രധാനിയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇപ്പോൾ സംഘപരിവാറിന് അനുകൂലമായ സാഹചര്യം സാംസ്കാരിക രംഗത്ത് ഇത്തരത്തിലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണരംഗത്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എപ്രകാരമാണ് എന്നതിൻ്റെ വസ്തുതകൾ പുറത്തു വന്ന സന്ദർഭമാണിത്. അത് പുറത്തുവിട്ടതിൽ അൻവറാണ് മുന്നിൽ കാണുന്നത്. അൻവർ എന്ന ഒറ്റ വ്യക്തിയാണിത് ചെയ്യുന്നത് എന്ന് കേരളത്തിൽ ഒരാൾക്കും അഭിപ്രായം ഉണ്ടാകാൻ തരമില്ല. അൻവറിന്റെ പിന്നിൽ കളിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നും അവരുടെ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് എന്നും അതിനിയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്
കേരളത്തെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നവർക്കുള്ള ഒരു ആഘാതമെങ്കിലും ആണ്. അതൊക്കെ പൂർണ്ണമായും ഇല്ലാതാകാൻ പോകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിനേക്കാൾ കൂടുതൽ CPM എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശോഷിച്ച് ഇല്ലാതായി ഇനി ഒരല്പം പച്ചത്തുരുത്തായി നിലനിൽക്കുന്നത്. പച്ചത്തുരുത്ത് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നമാകുമെന്ന് അറിയില്ല, ചുവപ്പ് തുരുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരല്പം ചുവപ്പ് തുരുത്തായി ബാക്കി നിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതും കളഞ്ഞു കുളിക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന ധിക്കാരിയായ ധാർഷ്ട്യക്കാരനായ ഒരു ഏകാധിപതി അതിന് തുനിഞ്ഞിറങ്ങിയപ്പോൾ അതിനെതിരെയുള്ള ഒരു പടപ്പുറപ്പാടാണ് ഇത്. ആ പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളം അതിനെ വിലയിരുത്തുന്നത്. അത് സംഘപരിവാറിന് ആഘാതമേൽപ്പിക്കുമെങ്കിൽ അത് പിന്നെ ഒരു കാരണവശാലും അങ്ങനെ നടക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അതൊക്കെ മതതീവ്രവാദികളും മതരാഷ്ട്രവാദികളുമാണ് എന്ന് വിലയിരുത്തുന്ന ആ തീർപ്പുണ്ടല്ലോ, എൻ്റെ ബഹുമാന്യനായ ജയശങ്കർ സാറേ, ആ തീർപ്പിൽ താങ്കൾ എത്തുന്ന താങ്കളുടെ ആ മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ വൈകല്യമുള്ളത്, അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞത്. ആ മാലിന്യത്തിന് അൻവർ പറഞ്ഞ പരിഹാരം തന്നെയാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത്. താങ്കളെ മാലിന്യത്തിൽ മുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെ എപ്രകാരം നടപ്പിലാകുമോ ഇല്ലേ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഏതായാലും ഈ മാനസികാവസ്ഥ പേറുന്ന താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇത്തരം ഉദ്യമങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും നമ്മുടെ കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണി അത് തകർക്കാതിരിക്കാനും നിലനിർത്തിക്കൊണ്ടുപോകാനും ശ്രമിക്കേണ്ട അതിന് ബാധ്യസ്ഥരായ താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ABC ചാനലിൽ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ മറുനാടൻ ചാനലിൽ ഇരുന്നു കൊണ്ടൊക്കെ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാലിന്യ വിക്ഷേപണം അവ അവസാനിപ്പിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്, തങ്ങൾക്കിഷ്ടമില്ലാത്തത് പറയുന്നവരെയൊക്കെ മതതീവ്രവാദികളായും മതരാഷ്ട്രവാദികളായും ഒക്കെ മുദ്രകുത്തുന്ന ഇത്തരം ആളുകൾ, അവർ പിന്തുണക്കുന്ന RSS, അവർ പിന്തുണക്കുന്ന സംഘപരിവാരം പിന്നെ ഏത് രാഷ്ട്രവാദികളാണ് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതുകൂടി പറയേണ്ടതാണ്. അൻവറും ജലീലും മതരാഷ്ട്രവാദികളാണെങ്കിൽ താങ്കൾ പിന്തുണക്കുന്ന സംഘപരിവാർ അതിനേക്കാൾ ഭീകരമായ മതരാഷ്ട്രവാദമല്ലേ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? അതല്ലേ യഥാർത്ഥത്തിൽ അപകടകരമായ മതരാഷ്ട്രവാദം? ആ അപകടകരമായ മതരാഷ്ട്രവാദത്തെ വെള്ളപൂശുകയും അതിനെ പൊതിഞ്ഞു നിർത്തുകയും എന്നിട്ട് തങ്ങൾക്കിഷ്ടമില്ലാത്തത് പറയുന്നവരെയൊക്കെ മതരാഷ്ട്രവാദി എന്ന ലേബൽ അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുൻപിൽ അവരെ അപരവൽക്കരിക്കുവാനും ഒറ്റപ്പെടുത്താനും കഴിയുമെന്ന ഈ നിലവിലുള്ള തിരിച്ചറിവുണ്ടല്ലോ, ഇത് മാറ്റിയെടുക്കേണ്ടത് കേരളീയ സമൂഹമാണ്. ഇതിന് ഉപോത്ബലകമായ രൂപത്തിൽ ഒരു ഇടപെടലുണ്ടായത് അബിയുടെ മകൻ, ഒരു സിനിമാ നടനുണ്ടല്ലോ, എന്താണ് അബിയുടെ മകന്റെ പേര്? ഷൈൻ നിഗമാണ് അവനെ സുഡാപ്പി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ ഒരു കഫിയ കെട്ടിയിട്ട് സുഡാപ്പി ഫ്രം കേരള എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നത്. ഇനി മതരാഷ്ട്രവാദം എന്ന ആക്ഷേപവും മതതീവ്രവാദി എന്ന ആക്ഷേപവും ഇതുപോലെ കേരളീയ ജനത ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതൊരു അശ്ലീല പദമല്ലാതായി മാറുകയും അത് ഇത്തരക്കാരായ ആളുകൾക്ക് അതൊരു അടിയായി തീരുകയും ചെയ്യും. അങ്ങനെ കേരളത്തിന്റെ പൊതുമണ്ഡലം മാറുകയാണ് യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരം. ഇനി ജലീല്, അൻവർ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ ഇപ്പൊ അവർക്കെതിരെ മതരാഷ്ട്രവാദം വന്നപ്പോൾ അവർ എത്രമാത്രം രൂക്ഷമായി അതിന് പ്രതികരിക്കുന്നു എന്നത് അൻവറിന്റെ തന്നെ ആ പോസ്റ്റിൽ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് പലരും പലരെയും മതരാഷ്ട്രവാദം ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും ഇതേപോലെയാണ് മാനസികാവസ്ഥ ഉണ്ടാകുന്നത് എന്ന് ഈ അൻവറിനെ അനുകൂലിക്കുന്ന, അൻവറിന്റെ പോസ്റ്റ് തങ്ങളുടെ വാളിലൂടെ പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ, അനിൽ മുഹമ്മദിനെ പോലെ ഉള്ളവരൊക്കെ തങ്ങളുടെ ചാനലിൽ തന്നെ അത് മുഴുവൻ എടുത്തു കൊടുത്തിരിക്കുന്നു. അതൊരു മറ്റൊരു മാലിന്യം തങ്ങളുടെ ചാനലിൽ എടുത്തിട്ടിരിക്കുന്നു. അതിനോടൊന്നും എനിക്കൊരു യോജിപ്പുമില്ല. ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവർക്കെതിരെ മതരാഷ്ട്രവാദം ഉന്നയിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്.
ജലീലിനോട് പറയാനുള്ളത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ അൻവറിന്റെ ഉദ്യമത്തിൽ താങ്കൾ കൂടി കക്ഷി ചേർന്നുകൊണ്ടാണ്, താങ്കൾ കൂടി കക്ഷി ചേർന്നിട്ടുണ്ട് എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. താങ്കളുടെ ജലീലിനോടാണ്, താങ്കളുടെ പല നിലപാടുകളോടും അതിരൂക്ഷമായ വിമർശനമുള്ള ആളാണ് ഞാൻ പലപ്പോഴും എൻ്റെ ചാനലിലൂടെ താങ്കളെ അതിനിശിതമായി പലതിലും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ താങ്കൾ അൻവറിനോട് ചേർന്ന് നിൽക്കുന്നതിനെ ഞാൻ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അവസാനമായി, അൻവർ ഇത്തരം സംഗതികൾ നിർവഹിക്കുമ്പോൾ, തങ്ങൾക്കെതിരെ ആക്ഷേപം വരുമ്പോൾ, അത്തരം ആക്ഷേപങ്ങളെ കൂടി ഒരല്പം തന്മയത്വത്തോടുകൂടി കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും, അതോടൊപ്പം നമ്മൾ ഒരു കാര്യത്തോട് പ്രതികരിക്കുകയാണെങ്കിൽ അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന തരത്തിൽ പിതാവിനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആക്ഷേപിക്കുക എന്നത് ഗുരുതരമായ കുറ്റമാണ്. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്തും പറയാം എന്നതാകാൻ പാടില്ല. നമുക്ക് എത്ര ദേഷ്യം വന്നാലും നമ്മുടെ സംസ്കാരവും നമ്മുടെ നിലവാരവും കളഞ്ഞു കുളിക്കാത്ത രൂപത്തിലായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.